കണ്ടന്റ്, അറ്റൻഷൻ, ട്രസ്റ്റ്, ട്രാൻസാക്ഷൻ ഈ 4 സ്റ്റേജിലും ഓർഗാനിക് കണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓർഗാനിക്കിന് ആ രീതിയിൽ വലിയ സാധ്യതയുണ്ട്. ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വലിയ ഡിഫറൻറ്റ് ഈ പറഞ്ഞ പോലെ ചാനൽസ് ഉണ്ട് അതിന്. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ആളുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു കൺസിഡറേഷൻ ലെവലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ ഏത് വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഏത് സർവീസ് എടുക്കണമെന്നോ അവരെ ഹെൽപ്പ് ചെയ്യുക. എക്സാക്റ്റ് ഒരു നോളജ് നമ്മുടെ ആ ഒരു നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് അവരുടെ അടുത്തൊരു സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിൽ എത്തിക്കുക. അതെ. ശരിക്കും അതിൻ്റെ ഒരു 4 സ്റ്റെപ്പ് പറയാറുണ്ട്. അതായത് കണ്ടന്റ്, അറ്റൻഷൻ, ട്രസ്റ്റ്, ട്രാൻസാക്ഷൻ ഈ 4 സ്റ്റേജിലും ഓർഗാനിക് കണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പീസ് ഓഫ് കണ്ടന്റ് എവിടെ നിന്നെങ്കിലും കാണുന്നു, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ദെൻ ആ കണ്ട ആളുകൾ പിന്നീട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തന്നെ പല കണ്ടന്റുകളും കാണുന്നു. ആ സമയത്ത് ആ ബ്രാൻഡിനോടോ അല്ലെങ്കിൽ ആ സർവീസ് ആ സ്ഥാപനത്തിനോടോ നമുക്കൊരു അഫിനിറ്റി ഉണ്ടാവും. കാരണം നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാവും സെക്കൻഡ് സ്റ്റേജിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കൺസിഡറേഷൻ സ്റ്റേജ് ഉണ്ടാവും, അവരെ നമ്മൾ പരിഗണിക്കാൻ തുടങ്ങും. പിന്നെ നമുക്കൊരു ആ സമയത്താണ് നമുക്കൊരു വിശ്വാസം തോന്നി തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻ സ്റ്റേജിലേക്ക് പോകും. ഇട എന്ന് പറയുന്ന പോലെ തന്നെ ക്യാറ്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റും ഉണ്ട്. ഇത് പല രീതിയിൽ മാർക്കറ്റിംഗ് ആളുകൾ ഈ പറഞ്ഞ പോലെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി എന്നുള്ള മാത്രമേ. പക്ഷേ ബേസിക് ഇതാണ്, ഒരു പീസ് ഓഫ് കണ്ടന്റ് കാണുന്നു, നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാകുന്നു, ട്രസ്റ്റ്, പിന്നെ ഒരു ട്രാൻസാക്ഷനിലേക്ക് പോകുന്നു.